രാത്രി 12 മണിക്ക് അഭിഷേകം പ്രോഗ്രാം, ശനിയാഴ്ച രാത്രി. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളത് പഠിക്കണം, ഒരുപാട് പേരോട് ഇത് പ്രചരിപ്പിക്കണം. ഹല്ലേലൂയ. മറ്റൊരു കാര്യമുള്ളത്, യൂട്യൂബിൽ ഒരുപാട് പേര് ഈ അഭിഷേകത്തിൻ്റെ എപ്പിസോഡുകൾ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് നടക്കുന്ന അപ്പുറത്ത് അശ്ലീല ചിത്രങ്ങളും യൂട്യൂബിൽ വലിയ മോശങ്ങളായി പോയി. അത് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ നമ്മുടെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് ചീത്ത ചിത്രങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞാൽ നമ്മൾ ഇട്ടതല്ല, അത് ഓപ്പണായിട്ട് വേറെ ആരൊക്കെയോ യൂട്യൂബിൽ ഇട്ടിരിക്കുകയാണ്. നമ്മൾ യൂട്യൂബിൽ നേരിട്ട് ചെന്നാൽ നമ്മുടെ പേരോ അല്ലെങ്കിൽ സെഹിയോനൊക്കെ അടിച്ചാൽ ഉടനെ ഒരു സൈഡിൽ നമ്മുടെ വരും, ചിലപ്പോൾ വേറെ ചില പരസ്യങ്ങളും വരും. അപ്പോൾ ഒരു പരസ്യം ഇല്ലാതെ കാണാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സംഗതി youtube.com സെഹിയോൻ വീഡിയോസ് അടിച്ചാൽ വെബ്സൈറ്റിൽ കാണുന്നവർ വേറെ ഒരു പരസ്യം ഇല്ലാതെ അത് മാത്രം കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനകത്ത് ഫുൾ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ലാത്ത ക്ലിയർ ആയിട്ട് നിങ്ങളെല്ലാം കിട്ടണമെങ്കിൽ www.sehion.org ചെന്നാൽ ഇതുവരെയുള്ള എല്ലാ വചന പ്രഘോഷണങ്ങളും അവിടെയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പ്രബോധനങ്ങളൊക്കെ അവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇന്ന് കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു CD നിങ്ങൾക്ക് തരും. ഇതെന്താ വെച്ചാൽ നിങ്ങൾ കേൾക്കണം, പിന്നെ ഇതിൻ്റെ കോപ്പി എടുത്ത് നിങ്ങളും ഒരു 10 പേർക്ക് കൊടുക്കണം. നമ്മുടെ കുറച്ച് സമ്പത്ത് ഇതേപോലെ സുവിശേഷ വേല ചെയ്യുക. ഈ മരുഭൂമി കുറേ ആത്മാക്കളെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് വചനാമൃതം എന്ന CD ആണ്. നമ്മൾ അഭിഷേകത്തിൽ പറഞ്ഞ വീഡിയോ എപ്പിസോഡുകൾ ഓഡിയോ ആക്കി ഇവിടെയുള്ള നമ്മുടെ പ്രെയർ ഗ്രൂപ്പ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരെണ്ണെടുക്കാവുള്ള കുറച്ച് കോപ്പിയുള്ളൂ, 10,000 കോപ്പിയുള്ളൂ. അതുകൊണ്ട് വീട്ടിലേക്ക് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മേടിക്കണം, വീട്ടിൽ കുടുംബനാഥ വീട്ടിലേക്ക് ഒരാൾ മേടിച്ചാൽ മതി. എന്നിട്ട് കാറിലിട്ട്, ഈ വീഡിയോ ഇല്ല ഓഡിയോ മാത്രം കാറിലിട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഇതിവിടെ അടിച്ചവർ കൊടുക്കുന്നത്. ദുബായ് പ്രെയർ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു സുവിശേഷ വേലയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഇന്ന് കുർബാന കഴിയുമ്പം ഈ വചനാമൃതം എന്ന അതിൻ്റെ ഫുൾ കോപ്പി ഇല്ല, 10, 50, 30 എപ്പിസോഡുകൾ ഇതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കേൾക്കാനുള്ള വചനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാറിലിട്ട് കേൾക്കുക. പിന്നെ ഇതിൻ്റെ കോപ്പികൾ എടുത്ത് കൂടുതൽ ആളുകൾക്ക് എടുത്ത് കൊടുക്കുക. ഇനി അധികം താമസിച്ചതിന് ഇവർ ഇന്ന് വരെ ചെയ്യുന്ന എല്ലാ എപ്പിസോഡുകളുടെയും ഓഡിയോ CD എടുത്ത് നിങ്ങൾക്ക് സൗജന്യമായി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവരോട് വന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ദുബായ് പ്രയർ ഗ്രൂപ്പാണ് അത് ചെയ്തത്. അത് പിന്നീട് ഇവിടുത്തെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലൊക്കെ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് ഇനി എഴുന്നേറ്റ് നിൽക്കാം. ഒരു ചെറിയ ആരാധനയാണ്. ഈ ആരാധന സമയത്ത് ഒരു അഗ്നി ഈ സമൂഹത്തിലേക്ക് കർത്താവിനോട് ചോദിക്കുകയാണ്. എഴുന്നേറ്റ് 2 കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിച്ച് സ്തുതികളുടെ ആരവങ്ങളോടെ ഈശോയെ ഈ ആൾക്കാരിലേക്ക് എതിരേൽക്കുകയാണ്. ഉറക്കെ സ്തുതിക്കാം. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. അത് ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും സാധ്യമല്ല. ഇന്ന് രാത്രി കർത്താവ് തന്റെ പ്രിയപ്പെട്ട മക്കളെ കിഴക്ക് നിന്നും പടിഞ്ഞാറും തെക്ക് നിന്നും വടക്ക് നിന്നും ഇതാ തൻ്റെ അരികിലേക്ക് ഒരുമിച്ച് കൂടി. എന്നിട്ട് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സൂക്ഷിച്ച ആ രഹസ്യം, ആ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ എനിക്ക് വേണ്ടി പോകണം, എനിക്ക് വേണ്ടി പോയി എൻ്റെ നഷ്ടപ്പെട്ട ആത്മാക്കളെ തിരികെ കൊണ്ടുവരണം. എൻ്റെ നഷ്ടപ്പെട്ട ആത്മാക്കൾ എനിക്ക് വേണം. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ആത്മാവ് പോലും നരകത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മത്തായി 18:14. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി കുരിശിൽ കിടന്ന് പടഞ്ഞ് മരിക്കാൻ പോലും വിലയുള്ളതായി ഈശോ ഈ വേലയെ കണ്ടു.
ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വേല, തന്റെ ജീവനും ജീവിതം അർപ്പിച്ച് കുരിശിൽ കടന്ന് പടഞ്ഞ് മരിക്കാൻ മാത്രം വിലയുള്ളതായി ഈശോ കണ്ടു. തങ്ങളുടെ ജീവിതങ്ങളെല്ലാം അർപ്പിക്കാൻ തക്കവണ്ണം വിലയുള്ളതായി സ്ത്രീകന്മാർ ഈ വേലയെ കണ്ടു. തങ്ങളുടെ ലോകത്തിലെല്ലാം ചപ്പും ചവറും പോലും ഉച്ചിഷ്ടം പോലും കരുതിയിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ യേശുവിനെയും യേശുവിന്റെ രാജ്യത്തെയും സുവിശേഷ വേലയെ ആഞ്ഞു പൊരുക്കാൻ തക്കവണ്ണം വിശുദ്ധന്മാർ അതിനെ വിലയുള്ളതായി കണ്ടു. ഇന്ന് നമ്മുടെ രീതി, അന്ന് നമ്മുടെ വിശുദ്ധന്മാർ ചപ്പും ചവറും പോലെയും ഉച്ചിഷ്ടം പോലെയും കരുതിയതിനെ ഇന്ന് ആവേശത്തോടെ നമ്മൾ മുറുകെ പിടിക്കുകയാണ്. അവർ സർവത്ര വിലയുള്ളതായി കരുതിയതിനെ ഇന്ന് നമുക്ക് വിലയുള്ളതായി തോന്നുന്നില്ല. ദൈവമേ, ഒരു തിരിച്ചറിവ് തന്നെ ഞാൻ അനുഗ്രഹിക്കണം കർത്താവേ. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. നന്നായിട്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അന്ധത തുറക്കണം കർത്താവേ. ഒരു അഭിഷേകം ഞങ്ങൾ തരണമേ കർത്താവേ. ഒരു കർമ്മ ഞങ്ങൾക്ക് തുറക്കണമേ കർത്താവേ. ഞങ്ങളുടെ മന്ദത മാറ്റണമേ കർത്താവേ. മനുവിക്ക് മാറ്റണമേ കർത്താവേ. എല്ലാ തിന്മകളെ ആട്ടിമാറ്റണമേ കർത്താവേ. ഉന്നതോട് നൽകണമേ കർത്താവേ. അഗ്നി അഭിഷേകം നൽകണമേ കർത്താവേ. ഓ, അഗ്നി അഭിഷേകം നൽകണമേ കർത്താവേ. ശക്തികൾ നൽകണമേ കർത്താവേ. ഇപ്പോൾ ഭക്തി പകരണമേ. ഓ പരിശുദ്ധാത്മാവേ, സത്യാരൂപിയേ, നിത്യാഗ്നിയേ, ഇപ്പോൾ കത്തി പകരണമേ. അഭിഷേകത്തിന്റെ അഗ്നിയെ, ഉണർവിന്റെ അഗ്നിയെ ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 അത്ഭുതത്തിന്റെ ശക്തിയെ പിടിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവി സായാഹ്നത്തിൽ തൻ്റെ ഹൃദയത്തിന് അരികിലേക്ക് വിളിച്ച് ഈ ദൗത്യം നമുക്ക് ഏൽപ്പിച്ചു തരികയാണ്. ദൈവമേ, ഇത് നന്നായി ചെയ്യാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഒരു തീരുമാനമെടുക്കുക. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ മക്കളും യഹോവയെ സേവിക്കും. നിങ്ങൾ എത്ര നാൾ രണ്ട് വഞ്ചി കാല് വെക്കും? ഇവിടുന്ന് ഒരു തീരുമാനം എടുത്തിട്ട് നദിക്ക് അക്കരയ്ക്ക് പോയാൽ മതി എന്ന് ജോഷുവ ജനത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളും യഹോവയെ സേവിക്കും. ജോഷുവ പറഞ്ഞു, ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഒരു തീരുമാനം എടുക്കുക. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. കർത്താവ് അതിനെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാതാവിനോട് പ്രത്യേകമായി അതിന് മധ്യസ്ഥ അപേക്ഷിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും ആമേൻ. കുരിശിന്റെ ആശീർവാദം നൽകപ്പെടുകയാണ്. ഈ സമയത്ത് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന ദൈവമേ, തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോകുമ്പോൾ എല്ലാ നല്ല ക്രമത്തിലും ഒരുപാട് അച്ചടക്കത്തിലും എല്ലാ വിശുദ്ധിയിലും ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം കർത്താവേ. ഇന്ന് ഞങ്ങൾക്ക് എവിടെയാണ് സീറ്റ് കിട്ടുന്നത് അവിടെ ഇരുന്ന് എരിവോടെ എൻ്റെ കർത്താവിന് ബലിയർപ്പിച്ച് എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കുടുംബം ഒന്നിച്ചൊരുങ്ങാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ അനന്ത ശക്തി സുവിശേഷ വേലയിൽ നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ.